കൾച്ചറിൽ ആൾക്കാർ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ജോലിക്ക് പോകുന്നത് ഫുൾഫിൽമെന്റ് തരണം എന്നുള്ളത് ഓക്കെ, ഫുൾഫിൽമെന്റ് തരുന്ന ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പൊ ആ പൈസ ഉണ്ടാക്കിയിട്ട് അത് മാനേജ് ചെയ്യാതെ വെറുതെ ജീവിച്ചു പോകുന്നു. അങ്ങനെ 50-60 വയസ്സാകുമ്പോൾ പിന്നെ റിട്ടയർ ചെയ്യാൻ പറ്റുന്നില്ല, പൈസ ഇല്ല, മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, മക്കളെ കൊടുക്കാതെ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജീവിക്കാൻ പറ്റാതെ വരുന്നു. അത് ഒരു ആവശ്യമില്ലാത്ത സാധനം. അത് അവര് തന്നെ അവരുടെ പല ഡിസിഷൻസ് കാരണം അവിടെ എത്തിപ്പെട്ടത്. എന്ത് ഡിസിഷൻസ് ആണ്? ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതെ എടുത്ത ഡിസിഷൻസ്. അപ്പൊ ആ ഒരു ഒറ്റ സാധനം വന്നാൽ തന്നെ കാര്യങ്ങൾ മാറും. 22-23 വയസ്സ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ജോബിലേക്ക് വരുമ്പോഴേ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങണം, ഫൈനാൻഷ്യലി ലൈഫ് പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഞാൻ എവിടെ എത്തണം, എനിക്ക് എത്ര പൈസ വേണം, അതിലേക്ക് എത്തണം എന്നുള്ളത് ചിന്തിച്ച് അതിലേക്ക് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് എത്തിക്കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സംഭവം ഉള്ളത്, പൈസ ഇസ് നോട്ട് പാർട്ട് ഓഫ് ആർ കോമൺ ഡിസ്കഷൻസ്. എഗെയിൻ ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചാ കഥയിലേക്ക് വരും. നമ്മൾ ഈ പൈസക്ക് പക്ഷെ ഒരിക്കലും